ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 2 ദ നെർവസ് സിസ്റ്റത്തിൽ വരുന്ന യൂണിറ്റ് 3, അതായത് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. നമ്മളിതിന് തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ എന്താണ് ഒരു നെർവ് ഇമ്പൾസ്, എങ്ങനെയാണ് ഒരു ന്യൂറോൺ ഒരു മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഓക്കെ, എങ്ങനെയാണ് നെർവ്സ് എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്, ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് ഫയർ ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു പോർഷനിലോട്ട് വരികയാണ്, അതായത് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. ഈ നെർവ്സ് എല്ലാവരും വർക്ക് ചെയ്യുന്ന ആ മേജർ പാർട്സ് എന്താണ് നമ്മുടെ ബോഡിയിൽ, ആ ഒരു ടോപ്പിക്കിലേക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം സെൻട്രൽ നെർവസ് സിസ്റ്റം യൂണിറ്റ് 3. നെർവസ് സിസ്റ്റം മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം, അതുപോലെ തന്നെ പെരിഫെറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്ന 2 പേരാണ് ആരൊക്കെ? ബ്രെയിനും അതുപോലെ തന്നെ സ്പൈനൽ കോഡും. പെരിഫെറൽ നെർവസ് സിസ്റ്റത്തിൽ സൊമാറ്റിക് നെർവസ് സിസ്റ്റവും അതുപോലെ തന്നെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റവും. ഇന്ന് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബ്രെയിനും അതുപോലെ തന്നെ സ്പൈനൽ കോഡിനെ പറ്റിയിട്ടാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പെരിഫറൽ നെർവസ് സിസ്റ്റം നമുക്ക് അടുത്ത ചാപ്റ്റർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സെൻട്രൽ നെർവസ് സിസ്റ്റം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ്. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ആരാണ് വരുന്നത്? ബ്രെയിനും അതുപോലെ തന്നെ സ്പൈനൽ കോഡും. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് വിത്തിൻ ദ സ്കൾ ആൻഡ് ദ സ്പൈൻ. അപ്പോൾ ബ്രെയിൻ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? സ്കളിൻ്റെ ചുറ്റും, ബ്രെയിനിൻ്റെ ചുറ്റും സ്കളുണ്ട് അല്ലേ, സ്കളിൻ്റെ ഉള്ളിലാണ് ബ്രെയിൻ ഇരിക്കുന്നത്. അതുപോലെ തന്നെ സ്പൈൻ, വെർട്ടിബ്രയുടെ ഉള്ളിലാണ് നമ്മുടെ സ്പൈനൽ കോഡ് ഇരിക്കുന്നത്. എന്തിനാണ്? ആ ഓർഗൻസിന് നല്ലൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വലിയൊരു ഔട്ടർ കവറിങ്ങിൻ്റെ ഉള്ളിൽ ബ്രെയിനും സ്പൈനൽ കോഡും ഇരിക്കുന്നത്. എന്തിനാ? ഇഞ്ചുറീസിൽ നിന്നും മറ്റുള്ള അറ്റാക്കിൽ നിന്നൊക്കെ ഈ ബ്രെയിനെ സ്പൈനൽ കോഡിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ദേ ആർ വെരി ഡെലിക്കേറ്റ് സ്ട്രക്ചേഴ്സ്, ഹെൻസ് കവേർഡ് ബൈ എ പ്രൊട്ടക്റ്റീവ് ലെയർ കോൾഡ് മെനിഞ്ചസ്. ഓക്കെ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഭയങ്കര സെൻസിറ്റീവ് സ്ട്രക്ചേഴ്സാണ് ഈ ബ്രെയിനും സ്പൈനൽ കോഡൊക്കെ. അതുകൊണ്ട് തന്നെ അവരെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ലെയറിനെ വിളിക്കുന്ന പേരാണ് മെനിഞ്ചസ്. ഓക്കെ, ദ 3 ലെയേഴ്സ് ഓഫ് മെനിഞ്ചസ് ആർ ഡ്യൂറാ മാറ്റർ, അരക്നോയിഡ് മെമ്മറൈൻ ആൻഡ് പയ മാറ്റർ. ഈ 3 ലെയേഴ്സാണ് ഈ മെനിഞ്ചസിൽ വരുന്നത്. ഈ ഒരു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏറ്റവും ഇൻസൈഡ് വരുന്നത് പയ മാറ്റർ, പിന്നെ അരക്നോയിഡ് മെമ്മറൈൻ, അതുപോലെ തന്നെ ഡ്യൂറാ മാറ്റർ. ഇതാണ് ആ ഇത് ബ്രെയിൻ ആണെങ്കിൽ അതിൻ്റെ തൊട്ട് കവറിങ് ആയിട്ട് വരുന്നതാണ് ഈ മെനിഞ്ചസ്. അപ്പോൾ ഈ മെനിഞ്ചസിനെ തന്നെ നമ്മൾ 3 ലെയറായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം പയ മാറ്റർ, അരക്നോയിഡ് മെമ്മറൈൻ ആൻഡ് ഡ്യൂറാ മാറ്റർ. Okay, then another protective colorless fluid known as cerebrospinal fluid is present in the central canal of the spinal cord and cerebral ventricles of the brain that provides a protective cushion to the brain and the spinal cord. അതായത് ഈ മെനിഞ്ചസിന് പുറമെ ഈ ബ്രെയിനിന് ചുറ്റും ഒരു ഫ്ലൂയിഡിൻ്റെ അകത്താണ് ഈ ബ്രെയിൻ ഇരിക്കുന്നത്. അതായത് ആ ഫ്ലൂയിഡിൻ്റെ പേരാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. അനദർ കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ ആണ് ഈ ഒരു ഫ്ലൂയിഡ് ബ്രെയിനിന് കൊടുക്കുന്നത്. ഇപ്പം ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്ലൂ ഏരിയ കാണിച്ചിരിക്കുന്നതെല്ലാം സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡാണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും വേറെ ഇഞ്ചുറീസിൽ നിന്ന് എല്ലാത്തിനും സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് എ പ്രൊട്ടക്റ്റീവ് കുഷൻ ടു ദ ബ്രെയിൻ ആൻഡ് ദി സ്പൈനൽ കോഡ്. ഓക്കെ, ഇനി സ്പൈനൽ കോഡ്. Spinal cord is an oval in shape like a cylinder and about 45 cm in length in an average person. It is placed within the spinal column. ഈ ഒരു പിക്ചർ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ സ്പൈനൽ കോഡ്. It is protected by the cranial bones and the vertebrae that surround it. പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. And there are nerve roots that enter and leave the spinal cord. അപ്പോൾ ഒത്തിരി നെർവ്സ് സ്പൈനൽ കോഡിൽ നിന്ന് എമർജ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്പൈനൽ കോഡിലോട്ടും വരുന്നുണ്ട് മെസ്സേജസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ അത് അടുത്ത ചാപ്റ്ററിൽ പെരിഫറൽ നെർവസ് സിസ്റ്റം ആ ഒരു നെർവ്സിനെ പറ്റിയിട്ടാണ് ഡീൽ ചെയ്തത്. നമുക്ക് 31 സ്പൈനൽ നെർവ്സ് ഉണ്ട്. അപ്പോൾ അതാണ് പറയുന്നത് ദർ ആർ നെർവ് റൂട്ട്സ് ദാറ്റ് എൻറ്റർ ആൻഡ് ലീവ് ദ സ്പൈനൽ കോഡ്. ഇനി ദ ഡോഴ്സൽ നെർവ് റൂട്ട് ഹെൽപ്സ് ടു സെൻഡ് ദി ഇൻഫർമേഷൻ ഫ്രം ദ സെൻസറി റിസെപ്റ്റേഴ്സ് ടു ദ സ്പൈനൽ കോഡ്. അപ്പം അത് തന്നെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, നെർവ് റൂട്ട്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡോഴ്സൽ നെർവ് റൂട്ടും ഉണ്ട്, അതുപോലെ തന്നെ വെൻട്രൽ നെർവ് റൂട്ടും ഉണ്ട്.
ഉണ്ട്. ഡോഴ്സൽ നെർവ് റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ സെൻസറി ഇമ്പൾസസിനെ അല്ലെങ്കിൽ സ്പൈനൽ കോഡിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡോഴ്സൽ നെർവ് റൂട്ട്. വെൻട്രൽ നെർവ് റൂട്ട് എന്ന് പറയുന്നത് സ്പൈനൽ കോഡിൽ നിന്ന് തിരിച്ച് ബോഡിയിലോട്ട് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു സെൻസറി സ്റ്റിമുലസ് നമ്മൾ എൻകൗണ്ടർ ചെയ്യുമ്പോൾ ആ സ്റ്റിമുലസ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള മെസ്സേജ് സ്പൈനൽ കോഡിലോട്ട് എത്തിക്കുന്ന നെർവ്സിനെയാണ് നമ്മൾ ഡോഴ്സൽ നെർവ് റൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനു വേണ്ടി ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ, ഒരു റിഫ്ലെക്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ട് ചെയ്യുന്ന നെർവ്സിനെയാണ് നമ്മൾ വെൻട്രൽ നെർവ് റൂട്ട് എന്ന് പറയുന്നത്. ഇനി ദ ഇന്നർ ഏരിയ കംപ്രൈസസ് ഓഫ് ഗ്രേ മാറ്റർ ആൻഡ് മോസ്റ്റ്ലി ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് സെൽ ബോഡീസ് ആൻഡ് അൺമൈലിനേറ്റഡ് ഇന്റർ ന്യൂറോൺസ്. അതായത് സ്പൈനൽ കോഡിൻ്റെ ഇന്നർ ഏരിയ ഗ്രേ മാറ്റർ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അത് എന്തുകൊണ്ടാണ് ഗ്രേ കളർ എന്ന് വെച്ചാൽ ആ ഗ്രേ മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് അൺമൈലിനേറ്റഡ് ന്യൂറോൺസ് ആണ്. അതായത് നമ്മൾ മൈലിൻ ഷീത്തൊക്കെ പഠിച്ചു അല്ലേ മുന്നത്തെ ചാപ്റ്ററിൽ. അതായത് മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോൺസും കൊണ്ടുള്ളത് കൊണ്ടാണ് അത് ഗ്രെയിൻ കളർ. മറ്റേ സറൗണ്ടിങ് ഏരിയ വൈറ്റ് കളറാണ്, കാരണം അത് മൈലിനേറ്റഡ് ആക്സോൺസ് ആണ്. മൈലിൻ ഷീത്തുള്ള ആക്സോൺസ് ആയതുകൊണ്ട് അത് വൈറ്റ് ഇൻ കളറാണ്. ഓക്കെ, അപ്പം ഇൻസൈഡ് ഗ്രേ കളറും സറൗണ്ടിങ് പാർട്ട് വൈറ്റും ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഫങ്ഷൻസ് ഓഫ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സിമ്പിൾ റിഫ്ലെക്സസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ബോഡി. സിമ്പിൾ റിഫ്ലെക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ തീയുള്ള തിരിയിൽ കൈവച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചെടുക്കുമല്ലേ. കാരണം എന്തുകൊണ്ട് അത് ബേൺ ചെയ്യുന്നുണ്ട് നമ്മുടെ കൈ. അപ്പോൾ അതൊരു ഡേഞ്ചറാണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ നമ്മുടെ ബോഡിക്ക് കിട്ടാണ്, നമ്മുടെ സ്പൈനൽ കോഡിന് കിട്ടണം. അപ്പോൾ ഈ പറയുന്ന ചെറിയ ചെറിയ റിഫ്ലെക്സുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഐ ബ്ലിങ്കിങ് റിഫ്ലെക്സ്, അതൊരു റിഫ്ലെക്സ് ആണ്. പിന്നെ ഒത്തിരി കൈൻഡ് ഓഫ് റിഫ്ലെക്സുകളുണ്ട്. അപ്പം ഈ പറയുന്ന എല്ലാ റിഫ്ലെക്സസിൻ്റെയും ഫങ്ഷൻസ് ആരാണ് ക്യാരി ചെയ്യുന്നത്? ഈ പറയുന്ന സ്പൈനൽ കോഡാണ്. ഓക്കെ, ഇനി ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സെൻഡിങ് ഇൻഫർമേഷൻ ടു ദ ബ്രെയിൻ ഫ്രം ദ സെൻസറി റിസെപ്റ്റേഴ്സ് ആൻഡ് ടു ഡെലിവർ ദ ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം ദ ബ്രെയിൻ ടു ദ മസിൽസ് ആൻഡ് ദി അതർ ഗ്ലാൻഡ്സ് ഓഫ് ദ ബോഡി. ദെൻ ദസ് ഇറ്റ് ഇൻ്റഗ്രേറ്റ്സ് ഇൻഫർമേഷൻ കമ്മിങ് ടു ആൻഡ് ഗോയിങ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് അതർ റീജിയൻസ് ഇൻ ദ ബോഡി. അപ്പം ബ്രെയിനിലോട്ട് എത്തിച്ചേരുന്നതും ബ്രെയിൻ തിരിച്ച് സെൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് അത് കറക്റ്റ് സ്ഥലത്ത്, അതായത് ബോഡി പാർട്സ്, ഏതൊരു ബോഡി പാർട്ടിലേക്കാണോ ആ മെസ്സേജ് ചെല്ലേണ്ടത്, ആ നെർവ് ഇമ്പൾസ് ആക്ഷൻ എടുക്കേണ്ടത്, അതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ സ്പൈനൽ കോഡാണ്. ഓക്കെ, ഇനി അപ്പം അതാണ് സ്പൈനൽ കോഡിനെ പറ്റിയിട്ടുള്ളൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഫർദറായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ അറിയാൻ, സ്ട്രക്ചറൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് അറിയണം എന്നുള്ളവർ കുറച്ചുകൂടി ഫർദർ റെഫറൻസ് ചെയ്യുക. ഓക്കെ, ഇനി ബ്രെയിനിലോട്ട് വരുവാണെങ്കിൽ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ സ്കൾ ആൻഡ് ഇറ്റ് ഈസ് ഇൻ്റർകണക്റ്റഡ് വിത്ത് ദ ബോഡി ത്രൂ ദ ബ്രെയിൻ സ്റ്റെം ടു ദ സ്പൈനൽ കോഡ്. അപ്പം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് റീജിയനിലാണ് ബ്രെയിൻ. നമുക്കറിയാലോ നമ്മുടെ ബോഡിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് റീജിയൻ നമ്മുടെ ഹെഡിൽ സ്കളിൻ്റെ അകത്താണ് ബ്രെയിൻ ഇരിക്കുന്നത് അല്ലേ. ആൻഡ് ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ സ്കൾ ആൻഡ് ഇറ്റ് ഈസ് ഇൻ്റർകണക്റ്റഡ് വിത്ത് ദ ബോഡി ത്രൂ ബ്രെയിൻ സ്റ്റെം ടു ദ സ്പൈനൽ കോഡ്. ബ്രെയിൻ സ്റ്റെം വഴി സ്പൈനൽ കോഡിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ബ്രെയിനിൻ്റെ ടോപ്പ് പോർഷനെയാണ് നമ്മൾ ഡോഴ്സൽ എന്ന് വിളിക്കുന്നത്, ബോട്ടം പോർഷനെയാണ് നമ്മൾ വെൻട്രൽ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബ്രെയിനെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ബ്രെയിൻ എടുത്ത ബ്രെയിനിൻ്റെ ടോപ്പ് മോസ്റ്റ് റീജിയനെയാണ് നമ്മൾ ഡോഴ്സൽ, അടിഭാഗത്ത് വെൻട്രൽ എന്ന് പറയുന്നു. ഫ്രണ്ട് ഓഫ് ദ ബ്രെയിൻ, അതായത് ബ്രെയിനിൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മൾ ആൻറ്റീരിയർ എന്ന് പറയുന്നു, ബാക്ക് പോർഷൻ നമ്മൾ പോസ്റ്റീരിയർ എന്ന് പറയും. കാരണം ഇനി നമ്മൾ ഫർദർ നമ്മൾ പറയുമ്പം ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ ബ്രെയിൻ, പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ബ്രെയിൻ, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അതെന്താണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ബാക്ക് ഓഫ് ദ ബ്രെയിൻ ആണ് നമ്മൾ പോസ്റ്റീരിയർ എന്ന് പറയുന്നത്. ഇനി മിഡിൽ പാർട്ട് ഓഫ് ദ ബ്രെയിനെ നമ്മൾ മീഡിയൽ സെക്ഷൻ എന്ന് പറയുന്നു. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് എഡ്ജസ് ആർ കോൾഡ് ദ ലാറ്ററൽ പൊസിഷൻ. ലെഫ്റ്റും റൈറ്റ് സൈഡും നമ്മൾ ലാറ്ററൽ പോർഷൻ ഓഫ് ദ ബ്രെയിൻ എന്ന് പറയുന്നു. ഓക്കെ, ഇനി ദ അഡൾട്ട് ബ്രെയിൻ വെയ്സ് അപ്രോക്സിമേറ്റ്ലി 1.5 കിലോഗ്രാം. അപ്പോൾ 1.5 കിലോഗ്രാം ഉണ്ടെന്നാണ് പറയുന്നത് ഒരു അഡൾട്ട് ബ്രെയിൻ്റെ വെയിറ്റ്. ഇറ്റ് ഈസ് വെരി സോഫ്റ്റ് ആൻഡ് ജെല്ലി ലൈക്ക്. സിൻസ് ബ്രെയിൻ ഇസ് എ ഡെലിക്കേറ്റ് സ്ട്രക്ചർ, ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ഹാർഡ് ബോണി സ്ട്രക്ചർ കോൾഡ് സ്കൾ. എല്ലാവർക്കും അറിയാലോ. ദെൻ ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ കവറിംഗ് കോൾഡ് മെനിഞ്ചസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഡ്യൂറാമാറ്റർ, തിക്ക് ആൻഡ് ടഫ്. അരക്നോയിഡ് മെമ്മറി, മെഷ് ലൈക്ക് സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി. പയാമീറ്റർ, സോഫ്റ്റ്
connective tissue layer. Then meningitis, a fatal disorder caused when these layers are inflamed because of any viral or bacterial infection. meningitis എന്ന് പറയുന്ന ഒരു അസുഖം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഈ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ആ രോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ ബ്രെയിൻ മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ടെന്ന് ബ്രെയിനിന്. അപ്പോൾ ഈ പറയുന്ന മെനിഞ്ചസിന് എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷനോ ഇഞ്ചുറിയോ ഒക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന രോഗമാണ് എന്ത് ഈ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ മൂലം ഈ മെനിഞ്ചൈറ്റിസിന് എന്തെങ്കിലും ഇൻഫ്ലമേഷനൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഈ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബ്രെയിൻ ഈസ് സറൗണ്ടഡ് ബൈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആൻഡ് ഇറ്റ് ഫ്ലോട്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഉള്ളിലാണ് ബ്രെയിൻ ഇരിക്കുന്നത്. അപ്പോൾ ബ്രെയിൻ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാണ്. ഓക്കെ, ദെൻ ദർ ആർ 4 വെൻട്രിക്കിൾസ് ഇൻ ദ ബ്രെയിൻ. അപ്പോൾ 4 വെൻട്രിക്കിളാണ് ബ്രെയിനുള്ളത്. അതിൽ 2 വെൻട്രിക്കിൾ ബ്രെയിനിൻ്റെ 2 ഹെമിസ്ഫിയറിലായിട്ട് ഉണ്ട്. അതുപോലെ 3rd and 4th വെൻട്രിക്കിൾ സെറിബെല്ലത്തിൻ്റെയും ബ്രെയിൻ സ്റ്റെമ്മിൻ്റെയും ഇടയ്ക്കായിട്ട് കാണപ്പെടുന്നു. ഓക്കെ, ഇനി ദ ബ്രെയിൻ ഈസ് മെയിൻലി ഡിവൈഡഡ് ഇൻ ടു ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ദി ഹൈൻഡ് ബ്രെയിൻ. അപ്പോൾ 3 ഭാഗമായിട്ടാണ് ബ്രെയിൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഫോർ ബ്രെയിൻ, ഓക്കെ, ദെൻ മിഡ് ബ്രെയിൻ, അതുപോലെ തന്നെ ഹൈൻഡ് ബ്രെയിൻ. ബാക്ക് സൈഡിൽ കാണുന്നത് ഹൈൻഡ് ബ്രെയിൻ. ഫോർ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകദേശം ഫ്രണ്ട് പോർഷൻ തൊട്ട് കവർ ചെയ്യുന്ന ഈ ഒരു ഏരിയ ആണ് ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത്. മിഡ് ബ്രെയിൻ ഈ ഒരു ഭാഗം, ഹൈൻഡ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ബാക്കിൽ ബ്രെയിൻ സ്റ്റെമ്മിൻ്റെയൊക്കെ സൈഡിൽ വരുന്നതാണ് ഹൈൻഡ് ബ്രെയിൻ. ഇനി ഫോർ ബ്രെയിനിൽ വരുന്ന സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫോർ ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് സെറിബ്രൽ കോർട്ടെക്സ് അഥവാ സെറിബ്രം, ബേസൽ ഗാംഗ്ലിയ, ലിംബിക് സിസ്റ്റം, തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്. ഇത്രയും സ്ട്രക്ചേഴ്സ് ആണ് ഫോർ ബ്രെയിനിൽ വരുന്നത്. ഇനി വരുന്നത് മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് ടെക്ടം ആൻഡ് ടെഗ്മെൻറ്റം. അതിൽ 2 സ്ട്രക്ചറാണ് വരുന്നത്, ടെക്ടം ആൻഡ് ടെഗ്മെൻറ്റം. ദെൻ ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെറിബെല്ലം, പോൺസ് ആൻഡ് മെഡുല ഒബ്ലോങ്കേറ്റ. 3 സ്ട്രക്ചേഴ്സാണ് ഹൈൻഡ് ബ്രെയിനിൽ വരുന്നത്, സെറിബെല്ലം, പോൺസ് വരോളി ആൻഡ് മെഡുല ഒബ്ലോങ്കേറ്റ. ഈ 3 സ്ട്രക്ചേഴ്സും ഒരുമിച്ച് ചേരുമ്പോഴാണ് ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈൻഡ് ബ്രെയിനിൽ വരുന്നതാണ് ഏതൊക്കെ, സെറിബെല്ലം, പോൺസ് ആൻഡ് മെഡുല ഒബ്ലോങ്കേറ്റ. ഈ 3 സ്ട്രക്ചറും കൂടിയിട്ടാണ് ബ്രെയിൻ സ്റ്റെം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി ഫോർ ബ്രെയിനിൻ്റെ ഓരോരോ പോർഷൻസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. Forebrain has 2 divisions known as telencephalon and diencephalon. അതിൽ the telencephalon includes cerebrum or the cerebral cortex, basal ganglia and limbic system. അപ്പം forebrain നമ്മൾ ഫർദർ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, telencephaloനും diencephaloനും. അതിൽ telencephaloനിൽ 3 സ്ട്രക്ചേഴ്സ് ആണ് വരുന്നത്, സെറിബ്രം, ബേസൽ ഗാംഗ്ലിയ, അതുപോലെ തന്നെ ലിംബിക് സിസ്റ്റം. ഡയൻസെഫലോണിൽ ഏതൊക്കെയാണ്, തലാമസും ഹൈപ്പോതലാമസും. അപ്പോൾ ഇത് മൊത്തത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ഫോർ ബ്രെയിൻ. ഓക്കെ, ഇനി സെറിബ്രം. സെറിബ്രം ഈസ് എ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. അപ്പം ലാർജസ്റ്റ് പാർട്ട് നമ്മുടെ ഈ ഒരു ഏരിയ എടുക്കുകയാണെങ്കിൽ ഇത് ഫുൾ സെറിബ്രം ആണ്. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വൈറ്റിഷ് ഏരിയ ഫുൾ സെറിബ്രമാണ്. അതുകൊണ്ട് തന്നെ സെറിബ്രം ഈസ് എ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 2 cerebral hemispheres that are joined together by heavy dense bands of fiber called the corpus callosum. അപ്പം ഈ സെറിബ്രത്തിന് 2 ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്, റൈറ്റ് ഹെമിസ്ഫിയറും അതുപോലെ തന്നെ ലെഫ്റ്റ് ഹെമിസ്ഫിയറും. ഇവർ 2 പേരെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ബാൻഡ് ഓഫ് ആക്സൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് കോർപ്പസ് കലോസം എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോർപ്പസ് കലോസം ആണ് ലെഫ്റ്റ് ഹെമിസ്ഫിയറിനെയും റൈറ്റ് ഹെമിസ്ഫിയറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇനി ടോപ്പ് പാർട്ട് ഓഫ് ദ എക്സ്റ്റീരിയർ പാർട്ട് ഓഫ് ദ സെറിബ്രം ഈസ് കോൾഡ് സെറിബ്രൽ കോർട്ടെക്സ്. അപ്പോൾ ഈ സെറിബ്രത്തിൻ്റെ ഔട്ടർ പോർഷനെയാണ് നമ്മൾ സെറിബ്രൽ കോർട്ടെക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ സെറിബ്രത്തിൽ തന്നെ സ്മോൾ ആൻഡ് ബിഗ് ബൾജസ് ഉണ്ട്. ഓക്കെ, ഇപ്പം ഇതിൽ തന്നെ നമുക്ക് കാണാമല്ലേ കുറേ ഗ്രൂവ്സും ബംസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ചുരുണ്ട് കൂടി വെരി റിങ്കിൾഡ് സ്ട്രക്ചർ അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ കൺവൾഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതിൽ ഗ്രൂവ്സ് ഇൻ ദ ബ്രെയിൻ ആർ കോൾ സൾക്കി. അതായത് ഈ കാണുന്ന ഈ ഒരു എഡ്ജസ്, അതായത് കുഞ്ഞു ഈ വരകൾ കണ്ടല്ലോ, അതായത് കുഴികൾ, അതിനെയാണ് നമ്മൾ സൾക്കസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൾക്കി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോൾസ് ആൻഡ് ബംസ്, അതായത് ഈ വരകളല്ലാതെ, അതായത് ഈ കുഴിഞ്ഞിരിക്കുന്ന ഭാഗം അല്ലാതെയുള്ള ബംസുകൾ, ഇങ്ങനെയുള്ള പീസുകളില്ലേ, ഇതിനെയാണ് നമ്മൾ ഗൈറി എന്ന് വിളിക്കുന്നത്. ഓക്കെ,
ഇനി ദിസ് പാർട്ട് റെഗുലേറ്റ്സ് ഓൾ ഹയർ ലെവൽസ് ഓഫ് കോഗ്നിറ്റീവ് ഫങ്ഷൻസ് സച്ച് ആസ് അറ്റൻഷൻ, പെർസെപ്ഷൻ, ലേണിംഗ്, മെമ്മറി, ലാംഗ്വേജ്, ബിഹേവിയർ, റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. അപ്പം സെറിബ്രം ഇത്രയും വലിയ പാർട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കോഗ്നിറ്റീവ് ഫങ്ഷൻസും ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? സെറിബ്രമാണ്. ഏതൊക്കെ? ലേണിംഗ്, അറ്റൻഷൻ, മെമ്മറി, ലാംഗ്വേജ്, ബിഹേവിയർ തുടങ്ങിയ എല്ലാ കോഗ്നിറ്റീവ് പ്രോസസ്സും കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രമാണ്. ഇനി സെറിബ്രൽ കോർട്ടെക്സ് ഇസ് ഗ്രേ ഇൻ കളർ, നോൺ ആസ് ഗ്രേ മാറ്റർ, അൺമൈലിനേറ്റഡ് ന്യൂറോൺ. സെറിബ്രൽ കോർട്ടെക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്തുകൊണ്ടാണ് ഗ്രേ മാറ്റർ വരാൻ കാരണം അത് അൺമൈലിനേറ്റഡ് ന്യൂറോൺസ് കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് അത് ഗ്രേ കളറാണ്. അപ്പോൾ സെറിബ്രൽ കോർട്ടെക്സ് ഗ്രേ ഇൻ കളറാണ്. അതിൻ്റെ തൊട്ട് താഴെയുള്ള പോർഷൻ ഇറ്റ് ഈസ് വൈറ്റ് ഇൻ കളർ, നോൺ ആസ് എ വൈറ്റ് മാറ്റർ. കാരണം അത് മൈലിനേറ്റഡ് ന്യൂറോൺസ് ആണ്. ഓക്കെ. ഇനി സെറിബ്രം ഈസ് ഡിവൈഡഡ് ഇൻ ടു 4 ലോബ്സ്. ഇനി സെറിബ്രത്തിൻ്റെ കേസ് എടുക്കുമ്പോൾ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് നമ്മുടെ ലോബ്സ് ഓഫ് ദ ബ്രെയിൻ. അത് 4 ലോബാണ് വരുന്നത്. ഏതൊക്കെ? ഫ്രണ്ടൽ ലോബ്, പറൈറ്റൽ ലോബ്, ടെമ്പറൽ ലോബ് ആൻഡ് ഓസിപിറ്റൽ ലോബ്. ഫ്രണ്ടൽ ലോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പിക്ചറിൽ കണ്ട് നമ്മുടെ ഈ ഫ്രണ്ട് പോർഷൻ ഓഫ് ദ ബ്രെയിൻ ആണ് ഫ്രണ്ടൽ ലോബ് വരുന്നത്. പറൈറ്റൽ ലോബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയുടെ മേൽഭാഗം, ഈ ഒരു ഭാഗമാണ് പെറൈറ്റൽ ലോബ്. അതുപോലെ തന്നെ ടെമ്പറൽ ലോബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 ചെവിയുടെ ഈ ഭാഗത്ത് വരുന്ന ബ്രെയിൻ പോർഷനാണ് ടെമ്പറൽ ലോബ്. കണ്ടോ? ഇതാണ് ടെമ്പറൽ ലോബ്. ഓസിപിറ്റൽ ലോബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ നേരെ ബാക്കിൽ, അതായത് തലയുടെ നേരെ ബാക്കിൽ വരുന്നതാണ് ഓസിപിറ്റൽ ലോബ്. ഇതേ കണ്ടോ? അപ്പോൾ ഫ്രണ്ടൽ ലോബ് മെയിൻലി കൺസേൺ വിത്ത് ദ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് സച്ച് ആസ് അറ്റൻഷൻ, തിങ്കിങ്, മെമ്മറി, ലാംഗ്വേജ്, ലേണിംഗ്, റീസൺ. അപ്പം ഫ്രണ്ടൽ ലോബാണ് നമ്മുടെ എല്ലാ കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസിനെയും ഹെൽപ്പ് ചെയ്യുന്നത്. തിങ്കിങ്, മെമ്മറി, പ്രോബ്ലം സോൾവിങ്, ലാംഗ്വേജ് എല്ലാത്തിനെയും. അതുപോലെ തന്നെ ബ്രോക്കാസ് ഏരിയ, പോൾ ബ്രോക്ക എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഫിസീഷ്യൻ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ഏരിയയാണ് ബ്രോക്കാസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ലെഫ്റ്റ് ഫ്രണ്ടൽ ലോബ്, ബ്രോക്കാസ് അഫേസിയ. അതായത് ഈ ഫ്രണ്ടൽ ലോബിലാണ് ബ്രോക്കാസ് ഏരിയ കാണപ്പെടുന്നത്. അപ്പം അദ്ദേഹം ഒരു ഫിസീഷ്യൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് അഫേസിയ ഉള്ള പേഷ്യൻസ് വരാറുണ്ട്. അഫേസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീച്ച് പ്രൊഡ്യൂസ് ചെയ്യാനോ അത് കോംപ്രിഹെൻഡ് ചെയ്യാനോ ഉള്ള ബുദ്ധിമുട്ട് ഉള്ള ആ ഒരു അസുഖത്തിനെയാണ് നമ്മൾ അഫേസിയ എന്ന് പറയുന്നത്. അപ്പം ഈ അഫേസിയ പേഷ്യൻസിനെ ഈ പോൾ ബ്രോക്ക സ്റ്റഡി ചെയ്തപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഫേസിയ പേഷ്യൻസിന് ലെഫ്റ്റ് ഹെമിസ്ഫിയറിൽ, അതായത് ഇപ്പോൾ ഈ പറയുന്ന ലെഫ്റ്റ് ഫ്രണ്ടൽ ലോബിൽ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് സ്പീച്ച് പ്രൊഡ്യൂസ് ചെയ്യാനും കോംപ്രിഹെൻഡ് ചെയ്യാനുമുള്ള ബുദ്ധിമുട്ട് വന്നത്. അപ്പം അദ്ദേഹം ഈ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തതിന് ശേഷമാണ് ആ ഒരു ഏരിയ ബ്രോക്കാസ് ഏരിയ ആയിട്ട് അറിയപ്പെട്ടത്. ഓക്കെ. അപ്പം ആ അസുഖവും പിന്നീട് അറിയപ്പെട്ടത് ബ്രോക്കാസ് അഫേസിയ. അങ്ങനെ ആ ഒരു സ്റ്റഡിയിലൂടെ എന്ത് മനസ്സിലാക്കി? അതായത് നമ്മുടെ ഫ്രണ്ടൽ ലോബാണ് അതിൽ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ് നമ്മുടെ എല്ലാ കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ. ഇനി പറൈറ്റൽ ലോബ് ഹെൽപ്സ് ഇൻ മൂവ്മെൻറ്റ്സ്, ദ പെർസെപ്ഷൻ ഓഫ് സ്റ്റിമുലൈ ആൻഡ് ഓറിയൻറ്റേഷൻ ആൻഡ് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി സ്റ്റിമുലൈസേഷൻ. അപ്പോൾ പെറൈറ്റൽ ലോബ് എന്ന് പറയുന്ന മൂവ്മെൻറ്റ്സിനും വിഷ്വൽ, ഓഡിറ്ററി സ്റ്റിമുലേഷനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് പെറൈറ്റൽ ലോബാണ്. എവിടെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? തലയുടെ, നമ്മുടെ ബ്രെയിനിൻ്റെ ടോപ്പ് പോർഷനാണ് പെറൈറ്റൽ ലോബ് എന്ന് പറയുന്നത്. ദെൻ പ്രൈമറി സൊമാറ്റോ സെൻസറി കോർട്ടെക്സ് ലൈസ് ചെയ്യും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിഷ്വലും ഓഡിറ്ററി സെൻസേഷനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് പറൈറ്റൽ ലോബ് ആയതുകൊണ്ട് തന്നെ സൊമാറ്റോ സെൻസറി കോർട്ടെക്സ് പറൈറ്റൽ ലോബിലാണ് സിറ്റുവേറ്റ്. അതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അതായത് പ്രൈമറി സൊമാറ്റോ സെൻസറി കോർട്ടെക്സ് ഇവിടെയാണ്. അതുപോലെ തന്നെ പ്രൈമറി മോട്ടോർ കോർട്ടെക്സ് എവിടെയാണ്? ഫ്രണ്ടൽ ലോബിലാണ്. ഓക്കെ. ഇനി ടെമ്പറൽ ലോബ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സിംഗ് ഓഫ് ഓഡിറ്ററി സ്റ്റിമുലൈ. ടെമ്പറൽ ലോബ് എന്ന് ഓൾറെഡി പറഞ്ഞു, ചെവിയുടെ ഈ 2 വശത്ത് കാണുന്ന ബ്രെയിനിൻ്റെ റീജിയൻ ആണ് ടെമ്പറൽ ലോബ്. അതുകൊണ്ട് തന്നെ ഓഡിറ്ററി സ്റ്റിമുലൈ, സൗണ്ടുകൾ, വോയിസസ്, ഈ പറയുന്ന എല്ലാ സ്റ്റിമുലൈനെയും പ്രോസസ്സ് ചെയ്യുന്നത് ടെമ്പറൽ ലോബാണ്. അതുപോലെ തന്നെ വെർണിക്കീസ് ഏരിയ ഇവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തത്. അപ്പം നേരത്തെ പറഞ്ഞ പോൾ ബ്രോക്കയിനെ പോലെ തന്നെ വെർണിക്കി എന്ന് പറയുന്ന ഒരു ഫിസീഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതുപോലെ തന്നെ കണ്ടുപിടിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അവിടെ വരുന്ന പേഷ്യൻസ്, ഈ പോൾ ബ്രോക്കയുടെ സ്റ്റഡി കഴിഞ്ഞതിന് ശേഷം അയാൾ കൂടുതൽ അഫേസിയ പേഷ്യൻസിനെ സ്റ്റഡി ചെയ്തപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന വെർണിക്കീസ് അഫേസിയ ഉള്ള ആൾക്കാർക്ക് സ്പീച്ച് അവർ പറയുകയൊക്കെ ചെയ്യും, പക്ഷെ പറയുന്ന കാര്യങ്ങൾ എന്താണ്?
ഫുൾ മണ്ടത്തരം അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ ഒരു അപ്രോപ്രിയേറ്റ് സിറ്റുവേഷനിൽ അവർ ചിലപ്പം അവർക്ക് തോന്നുന്ന എന്തൊക്കെയോ പറയുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല, അവരുടെ കോംപ്രിഹെൻഷൻ അവിടെ വളരെ പുവറാണ്. അവർ സ്പീച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ പറയുന്ന കാര്യം കംപ്ലീറ്റ്ലി ഇൻകറക്റ്റ് ആണ്. അപ്പോൾ ആ ഒരു ഡിസോർഡറാണ് വെർണിക്കീസ് അഫേസിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ടെമ്പറൽ ലോബിലാണ് വെർണിക്കീസ് ഏരിയ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, പിന്നെ ഒസിപെറ്റൽ ലോബ്. ഒസിപെറ്റൽ ലോബ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബാക്ക് സൈഡിൽ, നമ്മുടെ ഹെഡിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ലോബാണ് ഒസിപെറ്റൽ ലോബ്. അത് വിഷ്വൽ സ്റ്റിമുലൈ ആണ് മെയിൻലി പ്രോസസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പം മോട്ടോർ കോർട്ടെക്സ് ഫ്രണ്ടൽ ലോബിലാണ്, പ്രൈമറി സൊമാറ്റോ സെൻസറി കോർട്ടെക്സ് പറൈറ്റൽ ലോബിലാണ്, ദെൻ പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ് എവിടെയാണ്? ഒസിപെറ്റൽ ലോബിലാണ്. ഓക്കെ, അപ്പം ഇതാണ് കേട്ടോ സ്ട്രക്ചറൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഫ്രണ്ട് പോർഷൻ ഓഫ് ദി ബ്രെയിൻ ഫ്രണ്ടൽ ലോബ്, തൊട്ട് മുകളിൽ കാണുന്നത് പെറൈറ്റൽ ലോബ്, നേരെ ബാക്കി കാണുന്നത് ഒസിപെറ്റൽ ലോബ്, ദെൻ സൈഡിലുള്ളത് ടെമ്പറൽ ലോബ്. ലൊക്കേറ്റ് ചെയ്യാൻ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി ബേസൽ ഗാംഗ്ലിയ, നമ്മൾ അടുത്ത സ്ട്രക്ചറിലേക്ക് വരാണ്. ടീലൻസെഫലൻ്റെ അടുത്ത സ്ട്രക്ചറാണ് സെറിബ്രം കഴിഞ്ഞിട്ട് ബേസൽ ഗാംഗ്ലിയ. ബേസൽ ഗാംഗ്ലിയ ഇസ് പ്രസൻറ്റ് അണ്ടർ ദ സെറിബ്രൽ കോർട്ടെക്സ്. അപ്പോൾ ഇതാണ് സെറിബ്രം അല്ലേ, സെറിബ്രൽ കോർട്ടെക്സിൻ്റെ തൊട്ടടിയിൽ വരുന്ന റീജിയൺ ആണ് ബേസൽ ഗാംഗ്ലിയ. ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് കോർഡേറ്റ് ന്യൂക്ലിയസ്, പ്യൂട്ടാമൻ ആൻഡ് ഗ്ലോബസ് പാലിഡസ്. 3 ന്യൂക്ലിയസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതൊക്കെയാ? പ്യൂട്ടാമൻ, കോർഡേറ്റ് ന്യൂക്ലിയസ് ആൻഡ് globus pallidus. Then it helps in regulating the voluntary motor functions as muscle contractions that are involved in maintaining posture, walking, etc. അപ്പോൾ വോളണ്ടറി മൂവ്മെൻറ്റ്സിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ബേസൽ ഗാംഗ്ലിയാണ്. അതുപോലെ തന്നെ നമ്മുടെ പോസ്ചർ, ബോഡി പോസ്ചർ, നടക്കാൻ, വാക്കിംഗ്, റണ്ണിങ്, ഇതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ബേസൽ ഗാംഗ്ലിയാണ്. If there is any damage to the blood vessels of this area, it causes a local interruption in the blood flow, causing tissue damage or stroke, and this causes a partial paralysis on one side of the body with problems in vision too. അതായത് ഇപ്പോൾ ഈ പറയുന്ന ന്യൂക്ലിയസിലോ അല്ലെങ്കിൽ ബേസൽ ഗാംഗ്ലിയയിലോ നെർവ്സിനൊക്കെ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിന് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ സ്ട്രോക്ക് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ബോഡി, ഹാഫ് ഓഫ് ദി ബോഡി മേ ബി പാരാലിസിസ് ആയി പോവാം, പാരലൈസ്ഡ് ആയി പോവാം. ചിലപ്പോൾ അതുപോലെ തന്നെ വിഷന് ചിലപ്പോൾ എന്തെങ്കിലും ഡിസൻറ്റിഗ്രേഷൻ സംഭവിക്കുകയും ചെയ്യും. അപ്പം അതാണ് ബേസൽ ഗാംഗ്ലിയയുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ഒന്ന് വോളണ്ടറി മോട്ടോർ ഫങ്ഷൻസ് ആണ്, നമ്മുടെ ബോഡി പോസ്ചർ, വാക്കിംഗ്, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ 3 ന്യൂക്ലിയസ് വരുന്നുണ്ട് കേട്ടോ. ഈ 3 ന്യൂക്ലിയസിൻ്റെ പേര് പഠിച്ചു വെക്കണം. കോർഡേറ്റ് ന്യൂക്ലിയസ്, പ്യൂട്ടാമൻ ആൻഡ് ഗ്ലോബസ് പാലിഡസ്. അപ്പോൾ അതാണ് ബേസൽ ഗാംഗ്ലിയ. ഈ നെക്സ്റ്റ് സ്ട്രക്ചറാണ് ലിംബിക് സിസ്റ്റം. അപ്പം ഇറ്റ് ഇൻക്ലൂഡ്സ് സ്ട്രക്ചേഴ്സ് സച്ച് എസ് സിംഗുലേറ്റഡ് ഗൈറസ് ആൻഡ് ഹിപ്പോകാമ്പസ് വിച്ച് ആർ കണക്റ്റഡ് ടു ദ അതർ ഏരിയാസ് ഓഫ് ദ ബ്രെയിൻ ആസ് അമിഗ്ഡാല, ഹൈപ്പോതലാമസ് ആൻഡ് തലാമസ്. അപ്പം സിംഗുലേറ്റഡ് ഗൈറസും ഹിപ്പോകാമ്പസും ആണ് 2 സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇവർ പോയിട്ട് ബ്രെയിനിൻ്റെ മറ്റ് റീജിയൻസ് ആയിട്ടുള്ള അമിഗ്ഡാല, ഹൈപ്പോതലാമസ് ആൻഡ് തലാമസ്, ഇവർ 3 പേരായിട്ട് കണക്ട് ചെയ്യുന്നു. ഹൈപ്പോതലാമസ്, അമിഗ്ഡാല. ഓക്കെ, അപ്പോൾ അതാണ് ലിംബിക് സിസ്റ്റം. അപ്പോൾ ഈ പറയുന്ന എല്ലാവരുടെയും ഒരു കൂടിച്ചേർന്നതിന് നമ്മൾ ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓൾഡ് ബ്രെയിൻ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എക്സ്പീരിയൻസിങ് ഇമോഷൻസ് സച്ച് ആസ് ഫിയർ, ആങ്കർ, സാഡ്നസ്, സെക്ഷൽ ബിഹേവിയർ എക്സെട്ര. അപ്പം നമ്മൾ ഇമോഷൻസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള കാരണം ലിംബിക് സിസ്റ്റം ആണ്. ഓക്കെ, ഓൾസോ നോൺ ആസ് ഇമോഷണൽ ബ്രെയിൻ, അതുകൊണ്ട് തന്നെ ഇമോഷണൽ ബ്രെയിൻ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് ലിംബിക് സിസ്റ്റം. ഇറ്റ് ഓൾസോ പ്ലേസ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ലേണിംഗ് ആൻഡ് മെമ്മറി ആൻഡ് എനി ഡാമേജ് ടു ദ ഹിപ്പോകാമ്പസ് കോസസ് ഡെഫിസിറ്റ്സ് ഇൻ മെമ്മറി. അതുപോലെ തന്നെ ലേണിംഗ് പ്രോസസ്സിനെയും മെമ്മറി പ്രോസസ്സിനെയൊക്കെ ലിംബിക് സിസ്റ്റം നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഡാമേജ് ഹിപ്പോകാമ്പസിന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് മെമ്മറീനെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ലിംബിക് സിസ്റ്റം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് തലാമസ്. ഇറ്റ് ഈസ് എ ലാർജ് 2-lobed സ്ട്രക്ചർ ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ടോപ്പ് ഓഫ് ദ ബ്രെയിൻ സ്റ്റെം. അപ്പോൾ ഈ ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ തൊട്ട് ടോപ്പിൽ കാണുന്ന 2-lobed സ്ട്രക്ചറാണ് തലാമസ്. ഇറ്റ് ഈസ് എ സെൻട്രൽ പാർട്ട് ഓഫ് ദ ഫോർ ബ്രെയിൻ ദാറ്റ് ഹാസ് ഇമ്പോർട്ടൻറ്റ് ന്യൂക്ലിയൈ നോൺ ആസ് ജെനിക്കുലേറ്റ്
ബോഡീസ്. അപ്പം ഇതിൽ കാണപ്പെടുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂക്ലിയയുടെ പേരാണ് ജെനിക്കുലേറ്റ് ന്യൂക്ലിയൈ. ജെനിക്കുലേറ്റ് ന്യൂക്ലിയൈ പ്ലേസ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പ്രോസസ്സിംഗ് ഓഫ് ഓഡിറ്ററി ആൻഡ് വിഷ്വൽ ഇൻഫർമേഷൻ. അപ്പോൾ ഓഡിറ്ററിയും അതുപോലെ തന്നെ വിഷ്വൽ ഇൻഫർമേഷൻസ് ഒക്കെ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ ജെനിക്കുലേറ്റ് ന്യൂക്ലിയൈ ആണ്. തലാമസ് ഇസ് റെസ്പോൺസിബിൾ ഫോർ സെൻസേഷൻ ഓഫ് പെയിൻ, ടെമ്പറേച്ചർ ആൻഡ് ടച്ച് ആൻഡ് കോൺഷ്യസ്നെസ്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? തലാമസ് ആണ്. ഇറ്റ് ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഫോർ റിസീവിംഗ് ഓൾ ഇൻകമിംഗ് സെൻസറി സിഗ്നൽസ് ഫ്രം ദ സെൻസ് ഓർഗൻസ് ആൻഡ് സെൻഡ് ദിസ് ടു ദ സെറിബ്രൽ കോർട്ടെക്സ് ഫോർ ഫർദർ പ്രോസസ്സിംഗ്. അതായത് എല്ലാ ഇൻകമിംഗ് സിഗ്നൽസിനെയും റിസീവ് ചെയ്യാൻ നിൽക്കുന്നത് ആരാണ്? ഈ പറയുന്ന തലാമസ് ആണ്. എന്നിട്ട് സെറിബ്രൽ കോർട്ടെക്സിലോട്ട് ഫർദർ അത് റീഡയറക്റ്റ് ചെയ്യുന്നു തലാമസ്. ഓക്കെ, എനി ഡാമേജ് ടു ദ തലാമസ് മേ ബി ഫാറ്റൽ ഓർ കോസ് കോമ. ഓക്കെ, സോ അതാണ് തലാമസ്. പിന്നെ വരുന്ന നെക്സ്റ്റ് പോർഷനാണ് ഹൈപ്പോതലാമസ്. ഭയങ്കര ചെറിയൊരു സ്ട്രക്ചറാണ് ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞാൽ തലാമസിൻ്റെ തൊട്ട് അടിയിൽ കാണുന്നതാണ്. ലൊക്കേറ്റഡ് ബിലോ ദ ആൻറ്റീരിയർ തലാമസ്. ഇറ്റ് ഈസ് എ സ്മോൾ പാർട്ട് ഓഫ് ദി ബ്രെയിൻ വെയിങ് അബൌട്ട് 7 grams ഓൺലി. വെറും 7 ഗ്രാമായി വരുന്നുള്ളൂ. ഇറ്റ് ഹാസ് 3 important ന്യൂക്ലിയൈ: സൂപ്ര ഒപ്റ്റിക് ന്യൂക്ലിയൈ, പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയൈ ആൻഡ് ദ മാമിലിയറി ബോഡീസ്. അപ്പോൾ ഇവിടെ വരുന്ന 3 ന്യൂക്ലിയസ് ഏതൊക്കെയാണ്? സൂപ്ര ഒപ്റ്റിക് ന്യൂക്ലിയൈ, പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയൈ ആൻഡ് ദ മാമിലിയറി ബോഡീസ്. അപ്പം ഓരോ സ്ട്രക്ചറിലും അവരുടെ ഫങ്ഷൻസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ന്യൂക്ലിയസ് പ്രസൻ്റ് ആണ്. അപ്പം നിങ്ങൾ ന്യൂക്ലിയസ് പഠിക്കണമെന്നുള്ളവർക്ക് പഠിക്കുക, അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ പഠിച്ചോളൂ. അപ്പം അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ബ്രീഫായിട്ട് എല്ലാവരുടെ ഒരു മേജർ ഒരു ജനറൽ ഫങ്ഷൻസ് ആണ് ഞാനിപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, then it is responsible for the survival as well as enjoyment of life. Act as a pleasure center satisfying various biological drives as eating, hunger, sleep and sexual behavior. അപ്പം ഈ പറയുന്ന എല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ വിശപ്പിനെ, നമ്മുടെ സ്ലീപ്പിനെ, ഇതിനെല്ലാം നമ്മുടെ സെക്ഷൽ ബിഹേവിയർ, ഇതിനെല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. അതുപോലെ തന്നെ എൻഡോക്രൈൻ ഗ്ലാൻസിന് അതിൻ്റെ ഹോർമോൺസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കൂടിയും ഹൈപ്പോതലാമസിനുണ്ട്. ഓക്കെ, പിന്നെ ഹൈപ്പോതലാമസ് റെഗുലേറ്റ്സ് അറൗസൽ ആൻഡ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ വേക്കിംഗ് സ്റ്റേറ്റ്. അതായത് നമ്മുടെ അറൗസൽ നമ്മളെ ഉണർന്നിരിക്കാനായിട്ട് ഹെൽപ്പ് ഹൈപ്പോതലാമസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിലും ഒരു ചെറിയ പങ്ക് ഹൈപ്പോതലാമസിനുണ്ട്. അപ്പോൾ അതേ നമ്മുടെ തലാമസിൻ്റെ തൊട്ടടിയിൽ കാണുന്ന ഒരു ചെറിയൊരു സ്ട്രക്ചറാണ് മെയിനായിട്ട് നമ്മുടെ ലൈഫ് സസ്റ്റെയിനിങ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള നമ്മുടെ ഹങ്കർ, തേഴ്സ്റ്റ്, സെക്ഷൽ ബിഹേവിയർ, സ്ലീപ്പ്, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് ഹൈപ്പോതലാമസിൻ്റെ മേജർ ഫങ്ഷൻ. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ഫോർ ബ്രെയിൻ്റെ മെയിൻ പോർഷൻസ് ഒക്കെ പറഞ്ഞല്ലേ, ഏതൊക്കെയാണ്? നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു, ബേസൽ ഗാംഗ്ലിയ, ലിംബിക് സിസ്റ്റം, തലാമസ്, ഹൈപ്പോതലാമസ്, ഇതൊക്കെയാണ് ഫോർ ബ്രെയിനിൽ വരുന്നത്. ഇനി നമ്മൾ അടുത്ത പോർഷൻ ഓഫ് ദ ബ്രെയിൻ അത് ഏതാണ്? മിഡ് ബ്രെയിൻ. The middle portion of the brain is called as midbrain. Another name is mesencephalon. അപ്പോൾ mesencephalon എന്നുള്ള പേരും കൂടി ഉണ്ട്. ഇതിന് 2 പാർട്ടാണുള്ളത്. ഏതൊക്കെ? ടെക്ടം, അതുപോലെ തന്നെ ടെഗ്മെൻറ്റം. ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇത് ടെഗ്മെൻറ്റം, ഇത് ടെക്ടം. മിഡ് ബ്രെയിൻ കണക്ട്സ് എ ഫോർ ബ്രെയിൻ വിത്ത് ദ ഹൈൻഡ് ബ്രെയിൻ. അപ്പം അറിയാലോ, മിഡ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ നടുക്ക് കാണുന്നതാണ്. അപ്പോൾ ഫോർ ബ്രെയിനെ ഹൈൻഡ് ബ്രെയിനെയും ഒരു കണക്ഷൻ പോലെ ആക്ട് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന മിഡ് ബ്രെയിൻ ആണ്. റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഈസ് ലൊക്കേറ്റഡ് ഹിയർ വിച്ച് ഹെൽപ്പ് അസ് ടു റിമെയിൻ ആക്റ്റീവ് ആൻഡ് അലേർട്ട് ബൈ റെഗുലേറ്റിംഗ് സെൻസറി ഇൻപുട്ട്. അതായത് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, RAS എന്ന് പറയും. അതായത് ഇത് നമ്മുടെ മിഡ് ബ്രെയിനിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അലേർട്ട് ആയിട്ടിരിക്കാനും ആക്റ്റീവ് ആയിട്ടിരിക്കാനൊക്കെ നമ്മളെ മിഡ് ബ്രെയിൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമുക്കിനി അതിൻ്റെ സ്ട്രക്ചേഴ്സ് ഒന്ന് നോക്കാം. ടെക്ടവും ടെഗ്മെൻറ്റവും ആണ് മിഡ് ബ്രെയിനിലുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ടെക്ടം ഇസ് എ ടോപ്പ് പാർട്ട് ഓഫ് ദ മിഡ് ബ്രെയിൻ. ഓക്കെ, ദെൻ ഇറ്റ് ഹാസ് 2 കോളിക്കുലൈ ഓൺ ഈതർ സൈഡ്, ഇൻഫീരിയർ കോളിക്കുലൈ ആൻഡ് സുപ്പീരിയർ കോളിക്കുലൈ. അപ്പോൾ നമ്മൾ നേരത്തെ ന്യൂക്ലിയസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവരിൽ 2 കോളിക്കുലൈ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻഫീരിയറും സുപ്പീരിയറും. ഇൻഫീരിയർ കോളിക്കുലൈ എന്ത് ഇൻഫോർമേഷനാണ് പ്രോസസ്സ് ചെയ്യുന്നത്? ഓഡിറ്ററി ഇൻഫോർമേഷൻ, അതായത് സൗണ്ട്. സുപ്പീരിയർ കോളിക്കുലൈ വിഷ്വൽ മോട്ടോർ സിസ്റ്റം, അതായത് നമ്മുടെ ഐ മൂവ്മെൻറ്റ്സ്, ഐയിലൂടെ നമുക്ക് കിട്ടുന്ന വിഷനായിട്ട് ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് സുപ്പീരിയർ കോളിക്കുലൈയുടെ ഫങ്ഷൻ. ഓക്കെ, ഇനി ടെഗ്മെൻറ്റം ലൈസ് ഇൻ ദ മിഡിൽ ഓഫ് ദ മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിൻ്റെ ഏകദേശം മിഡിൽ പോർഷനിലായിട്ടാണ് ടെഗ്മെൻറ്റം
ഇരിക്കുന്നത്. ഇറ്റ് ഹാസ് 2 ന്യൂക്ലിയസ്, സബ്സ്റ്റൻഷ്യ നൈഗ്ര ആൻഡ് ദ റെഡ് ന്യൂക്ലിയസ്. റെഡ് ന്യൂക്ലിയസ് ഇസ് ഇൻവോൾവ് ഇൻ മോട്ടോർ ഫംഗ്ഷൻ വൈൽ സബ്സ്റ്റൻഷ്യ നൈഗ്ര പ്രൊഡ്യൂസസ് ഡോപ്പമൈൻ ദാറ്റ് പ്രിവെൻറ്റ്സ് പാർക്കിൻസൺസ് ഡിസീസ്. അപ്പം എന്താണ്, റെഡ് ന്യൂക്ലിയസ് മോട്ടോർ ഫംഗ്ഷൻ നമ്മുടെ മൂവ്മെൻറ്റ്സിനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെങ്കിൽ സബ്സ്റ്റൻഷ്യ നൈഗ്ര എന്തിനാണ്, ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഡോപ്പമൈൻ ഇല്ലാതിരിക്കുമ്പോൾ വരുന്നൊരവസ്ഥയാണ് പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്നത്. ഡോപ്പമൈൻ എന്ന് പറഞ്ഞൊരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അപ്പം ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ സബ്സ്റ്റൻഷ്യ നൈഗ്ര ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പോർഷൻ ഓഫ് ദ ബ്രെയിനാണ്, അതായത് ഹൈൻഡ് ബ്രെയിൻ. Hindbrain is a posterior part of the brain which consists of the mesencephalon and myelencephalon. ഈ ഒരു പോർഷനാണ് ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. മീറ്റൻസെഫലോണിൽ 2 പാർട്സ് വരുന്നുണ്ട്, സെറിബെല്ലം അതുപോലെ തന്നെ പോൺസും. മൈലൻസെഫലോണിൽ വരുന്നതാണ് മെഡുല ഒബ്ലോങ്കേറ്റ്. അപ്പോൾ 3 സ്ട്രക്ചേഴ്സ് കൂടി ചേർന്നതാണ് ഹൈൻഡ് ബ്രെയിൻ. ഇനി സെറിബെല്ലം. സെറിബെല്ലം ഇസ് എ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, ഓൾസോ റെഫേർഡ് എസ് ലിറ്റിൽ ബ്രെയിൻ. അപ്പം ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഏതാണ്, സെറിബ്രമാണ്. സെക്കൻഡ് ലാർജസ്റ്റ് ഏതാണ്, സെറിബെല്ലം. ദെൻ ലിറ്റിൽ ബ്രെയിൻ എന്ന് കൂടി സെറിബെല്ലം അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ബേസ് ഓഫ് ദ സ്കൾ ബിഹൈൻഡ് ദ പോൺസ്. അല്ലേ, ദേ പോൺസിൻ്റെ ഇവിടെയായിട്ട് സെറിബെല്ലം, ഈ കാണുന്നതാണ് സെറിബെല്ലം കേട്ടോ. സെറിബ്രത്തിൻ്റെ തൊട്ടടിയിൽ വരുന്നതാണ് സെറിബെല്ലം, ലൊക്കേറ്റഡ് അറ്റ് ദ ബേസ് ഓഫ് ദ സ്കൾ ബിഹൈൻഡ് ദ പോൺസ്. ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ബോഡി പോസ്ചർ ആൻഡ് ഇക്വിലിബ്രിയം. അപ്പം മെയിൻ ഫംഗ്ഷൻ ഓഫ് സെറിബെല്ലം എന്ന് പറയുന്നത് നമ്മുടെ ഇക്വിലിബ്രിയം, ഒരു ബോഡി ബാലൻസ്, പോസ്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ബാലൻസ്, ഇപ്പോൾ സെറിബെല്ലത്തിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇക്വിലിബ്രിയം, നമ്മുടെ ബാലൻസൊക്കെ, നമ്മുടെ ബോഡി ബാലൻസൊക്കെ തെറ്റിപ്പോകും. ഇനി ലാൻഡ് റിഫ്ലെക്സസ്, ഹാബിറ്റ്, സ്കിൽസ് ആർ ഓൾസോ മെയിൻറ്റെയിൻഡ് ബൈ സെറിബെല്ലം. അപ്പം നമ്മുടെ റിഫ്ലെക്സസുകൾ, ഹാബിറ്റുകൾ, സ്കില്ലുകൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സെറിബെല്ലം ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഇഫ് ദ സെറിബെല്ലം ഈസ് ഡാമേജ് ഡ്യൂ ടു ഇഞ്ചുറി, ഡിസീസ്, ട്യൂമർ, ദെൻ ഇറ്റ് കോസസ് സെറിബെല്ലാർ ഡിസീസ്. അതായത് എന്തെങ്കിലും കാരണം മൂലം സെറിബെല്ലത്തിന് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചാൽ ആ വരുന്ന അസുഖമാണ് സെറിബെല്ലാർ ഡിസീസ്. ഫോർ എക്സാമ്പിൾ, ഇൻ അറ്റാക്സിയ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. ദ പേഴ്സൺ ഫേസസ് പ്രോബ്ലംസ് ഇൻ മൂവിങ് പാർട്സ് ഓഫ് ദ ബോഡി ദ വേ വൺ വാണ്ട്സ്. അതായത് ഇപ്പം നമുക്ക് തോന്നുകയാണ് ഇങ്ങനെ ഒന്ന് കൈ നീക്കണം എന്ന് തോന്നിയാൽ നമുക്ക് നീക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്, സെറിബെല്ലം അവിടെ ഡാമേജ് ആണ്. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് അറ്റാക്സിയ എന്ന് പറയുന്നത്. ഇനി മെയിൻ ഫങ്ഷൻ ഈസ് കോർഡിനേഷൻ ഓഫ് മസ്കുലാർ മൂവ്മെൻറ്റ്സ്. ഓക്കെ, ഇനി പോൺസ്. ഇറ്റ് ഈസ് ജസ്റ്റ് എബവ് ദ മെഡുല. മെഡുലയുടെ തൊട്ടടുത്ത് എബവ് ആയിട്ട് ഇരിക്കുന്ന പോർഷനാണ് പോൺസ്. പോൺസ് മീൻസ് ബ്രിഡ്ജ് ആൻഡ് ഇറ്റ് സെർവ്സ് എസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ സെറിബെല്ലം ആൻഡ് ദ അപ്പർ പാർട്സ് ഓഫ് ദ ബ്രെയിൻ. അപ്പോൾ ഒരു ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്യാണ് എന്ത്, സെറിബെല്ലത്തിനെയും അപ്പർ പാർട്ടും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടു കൺട്രോൾ ദ റിഫ്ലെക്സസ് ഓഫ് ദി ബോഡി. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ റെഗുലേറ്റിംഗ് റെസ്പിറേഷൻ, ഇൻഫ്ലുവൻസസ് സ്ലീപ്പ്, ഡ്രീം ആൻഡ് അറൗസൽ. അപ്പം നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ കുറേ ഫങ്ഷൻസ് ഒക്കെ എല്ലാ സ്ട്രക്ചേഴ്സിനും ഉള്ള പോലെ തോന്നാം അല്ലേ. റിഫ്ലെക്സസ് മെയിൻറ്റെയിൻ ചെയ്യാം, നമ്മുടെ സ്ലീപ്പ്, അതങ്ങനെയൊക്കെ. അപ്പം അതിലെ എല്ലാ പാർട്സ് ഓഫ് ദ ബ്രെയിനും കുറച്ച് എല്ലാവരും ഈ പറയുന്ന മെക്കാനിസത്തിലൊക്കെ ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഫങ്ഷൻസ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്ന ലാസ്റ്റ് പാർട്ടാണ് മെഡുല ഒബ്ലോങ്കേറ്റ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ സ്പൈനൽ കോഡ് ആൻഡ് ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. അതായത് ബ്രെയിൻ്റെ ഏറ്റവും അടിയിലത്തെ ഭാഗമാണ് മെഡുല ഒബ്ലോങ്കേറ്റ. ആൻഡ് ഇറ്റ് കൺട്രോൾസ് എ ലൈഫ് സസ്റ്റെയിനിങ് ഫങ്ഷൻസ്. ഇറ്റ് കൺട്രോൾസ് നോൺ വൈറ്റൽ റിഫ്ലെക്സസ് സച്ച് ആസ് വോമിറ്റിംഗ്, കഫിങ്, സ്നീസിങ്. ഈ പറയുന്ന നോൺ വൈറ്റൽ ആയിട്ടുള്ള റിഫ്ലെക്സസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, മെഡുല ഒബ്ലോങ്കേറ്റ. അതായത് വോമിറ്റിങ്, കഫിങ്, സ്നീസിങ്, അതൊക്കെ. ഇറ്റ് കണ്ടെയ്ൻസ് ന്യൂക്ലിയ എഫക്റ്റിംഗ് റെസ്പിറേറ്ററി മൂവ്മെൻറ്റ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്. റെസ്പിറേഷനൊക്കെ ഫേഷ്യൽ എക്സ്പ്രഷൻസിനൊക്കെ മെഡുല ഒബ്ലോങ്കേറ്റ ഒരു തരത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അതാണ് മെയിനായിട്ട് സ്ട്രക്ചർ ഓഫ് ദ ബ്രെയിനിൽ വരുന്നത്. മെയിനായിട്ട് ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ് ആണ്, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. ഈ ഓരോ ബ്രെയിനും അവരുടേതായ കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പം ആ സ്ട്രക്ചേഴ്സിൻ്റെ മെയിൻ ഫങ്ഷൻസും പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് ഡിസോർഡേഴ്സ് ഓഫ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. ഇപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു ഇപ്പോൾ ബ്രെയിനോ സ്പൈനൽ കോഡിനോ എന്തെങ്കിലുമൊക്കെ ഒരു ഡാമേജോ ഇഞ്ചുറിയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുവാൻ ചാൻസ് ഉള്ള ഡിസോർഡേഴ്സാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ 7 ഡിസോർഡേഴ്സിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അൽഷൈമേഴ്സ് ഡിസീസ്, പാർക്കിൻസൺസ് ഡിസീസ്, സ്ട്രോക്ക്, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്, സെറിബ്രൽ പാൾസി, സീഷർ ആൻഡ് അംനീഷ്യ. ഇതൊന്ന്
നോക്കി വയ്ക്കുക. ജസ്റ്റ് ഒന്ന് എന്താ ഡിസോർഡർ, എന്താ അതിൻ്റെ മേജർ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ഒന്ന് വായിച്ചു വയ്ക്കുക. അൽഷൈമേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത് ഒരു മെമ്മറി ഡിസീസാണ്. അതായത് ഇപ്പം വയസ്സാവും തോറും നമ്മുടെ ന്യൂറോൺസ് ഡീജനറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഓർമ്മക്കുറവ്. ഇപ്പം ഡിമെൻഷ്യ എന്ന് പറയുന്ന ആ ഒരു രോഗം നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. അതിൻ്റെ മെയിൻ ഒരു കാരണമാണ് ഈ അൽഷൈമേഴ്സ് എന്ന് പറയുന്നത്. അതായത് വയസ്സാവും തോറും നമ്മുടെ ന്യൂറോൺസ് ഒക്കെ പതുക്കെ ഡീജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ആ ഒരു രോഗമാണ് അൽഷൈമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റീസെൻറ്റ് ഈവൻസ് ഒക്കെ നമുക്ക് ഓർമ്മയില്ല, എന്താ നടക്കുന്നത്, എവിടെയാ സ്ഥലം, ഇതൊന്നും ഓർമ്മയില്ലാത്തതാണ് അൽഷൈമേഴ്സ്. ഓറിയൻറ്റേഷനൊക്കെ മാറിപ്പോകുന്നൊക്കെയാണ് അൽഷൈമേഴ്സ് ഡിസീസ്. ഇപ്പോൾ ഇതേ കണ്ടോ, ഇതൊരു നോർമൽ ബ്രെയിനാണ്, ഇതൊരു അൽഷൈമർ ബ്രെയിനാണ്. വ്യത്യാസം നോക്ക്, ഈ സൾക്കിയും അതുപോലെ തന്നെ ഒക്കെ വളരെ ഇങ്ങനെ ചുരുങ്ങിക്കൂടിയിരിക്കുന്നതാണ്. അപ്പോൾ എന്തൊരു വ്യത്യാസമാണെന്ന് നോക്കിയേ അല്ലേ. അപ്പം ഹോളോ സ്പേസസ് ഒക്കെ ഇവിടെ കൂടി, വെൻട്രിക്കിൾസ് അതൊക്കെ അവിടെ കൂടി. അപ്പം ആ ബ്രെയിൻ അവിടെ ആക്റ്റീവ് അല്ല. ബ്രെയിൻ ഇങ്ങനെ പ്രായമാകും തോറും നമ്മുടെ ന്യൂറോൺസിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ബ്രെയിൻ എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ട് എപ്പോഴും ഓരോരോ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് എപ്പോഴും ആക്റ്റീവായിട്ട് വെക്കണം. ഓക്കെ, പിന്നെ വരുന്ന ഒരു ഡിസീസാണ് പാർക്കിൻസൺസ് ഡിസീസ്. ഡിസീസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മൂവ്മെൻറ്റിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കൊണ്ട്, ഇപ്പോൾ ഡോപ്പമൈൻ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റർ സിക്രീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ അത് മൂവ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നു. മെയിനായിട്ട് ട്രമേഴ്സാണ്, അതായത് ഇങ്ങനെ വിറയൽ, അതാണ് പാർക്കിൻസൺസ് ഡിസീസിൽ കാണപ്പെടുന്നത്. പിന്നെ സ്ട്രോക്ക് അറിയാലോ, ഇപ്പം നമ്മുടെ ബ്രെയിനിലോട്ട് ആവശ്യത്തിനുള്ള ബ്ലഡ് സപ്ലൈ എത്താതെ വരുമ്പോൾ, അല്ലെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ ബ്രെയിനിന് സംഭവിച്ച് ബ്ലീഡിങ് കൂടുതലാവുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ സ്ട്രോക്ക് സംഭവിക്കും, സ്ട്രോക്ക് വരുന്നു. അപ്പോൾ നമ്മുടെ ചിലപ്പോൾ എന്ത് പറ്റുന്നു, നമ്മുടെ ബോഡിയുടെ ചിലപ്പോൾ ഒരു ഹാഫ് പോർഷൻ, ഇപ്പോൾ ലെഫ്റ്റ് ബ്രെയിനിലാണ് വന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബോഡിയുടെ റൈറ്റ് സൈഡ് പാരലൈസ് ആയി പോവുക. അപ്പോൾ അതാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. പിന്നെ മൾട്ടിപ്പിൾ സ്ലീറോസിസ് എന്ന് പറയുന്നത് മൈലിൻ ഷീത്ത് അല്ലേ, നമ്മൾ നേരത്തെ മൈലിൻ ഷീത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പം അതിലെന്തെങ്കിലും ഡാമേജ് സംഭവിക്കുമ്പം കറക്റ്റായിട്ട് മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റാൻ ഒരു ബുദ്ധിമുട്ട് വരും. നമുക്കറിയാം മൈലിൻ ഷീത്താണ് സ്മൂത്തായിട്ട് നെർവ് ഇമ്പൾസസ് മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ കണ്ടോ, ഡാമേജ്ഡ് മൈലിൻ ഷീത്ത് വന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് മൾട്ടിപ്പിൾ സ്ലീറോസിസ് എന്ന് പറയുന്നത്. അപ്പം മൊത്തത്തിലൊരു നടക്കാനും എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ട്, കാര്യങ്ങൾ ചെയ്യാനും ഓർത്തെടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്നതാണ് മൾട്ടിപ്പിൾ സ്ലീറോസിസ് എന്ന് പറയുന്നത്. ഇനി സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത് അത് ഇതുപോലെ തന്നെ ബ്രെയിനിൽ വരുന്ന ഇഞ്ചുറി മൂലം അല്ലെങ്കിൽ മാൽ ഡെവലപ്മെൻറ്റ് മൂലം ഉണ്ടാകുന്ന മറ്റൊരു അസുഖമാണ് സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒത്തിരി കുട്ടികളും സെറിബ്രൽ പാൾസി എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ സീഷർ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. സീഷർ എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണ് എപ്പിലെപ്സി. ബ്രെയിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിൽ വ്യത്യാസം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് സീഷർ എന്ന് പറയുന്നത്. പിന്നെ അപ്നീഷ്യ എന്ന് പറയുന്നതും അനദർ ഒരു മെമ്മറി പ്രോബ്ലമാണ്. ഇതുപോലെ തന്നെ ഓർത്തെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ ആരോടൊക്കെ സംസാരിക്കുന്നത്, ഇത് വീട്ടിലെ ആൾക്കാരെ മറന്നു പോവുക, അങ്ങനെയൊക്കെയുള്ളതാണ് അംനീഷ്യ എന്ന് പറയും. അത് തന്നെ 2 കാറ്റഗറി ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ആൻഡ്രോഗ്രേഡ് അംനീഷ്യയും റിട്രോഗ്രേഡ് അംനീഷ്യയും ഒക്കെ ഉണ്ട്. റിട്രോഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആക്സിഡൻറ്റിന് മുമ്പുണ്ടായ കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നു, അതാണ് റിട്രോഗ്രേഡ്. പഴയ കാലത്തെ ഓർമ്മകളൊക്കെ നശിച്ചു പോകുന്നു, ഒന്നും ഓർമ്മയില്ലാത്ത അവസ്ഥ. പക്ഷെ ആൻഡ്രോഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആക്സിഡൻറ്റിന് ശേഷം പിന്നെ ഉണ്ടാവുന്ന കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ പറ്റാത്തത്. ഇപ്പം ഒരു സിനിമയുണ്ടല്ലോ, ഓർമ്മയുണ്ടോ മുഖം എന്നൊക്കെ പറയുന്ന സിനിമയിൽ നമിത പ്രമോദിന് വരുന്നത് ഈ ആൻഡ്രോഗ്രേഡ് അംനീഷ്യയാണ്. ഓക്കെ, അപ്പം ഇത് ഡിസോർഡേഴ്സ് ഓഫ് CNS. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക, ഡിസോർഡേഴ്സിനെ പറ്റി കുറച്ചും കൂടി നന്നായിട്ട് വായിക്കുക. അപ്പോൾ അതാണ്. സോ ഇതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം ചാപ്റ്റർ. മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ബ്രെയിനും സ്പൈനൽ കോഡുമായിട്ടാണ്. പിന്നെ ബ്രെയിനിൽ തന്നെ നമുക്ക് 3 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫോർത്ത് ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. അപ്പോൾ അതിൽ തന്നെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഓരോ പാർട്സും അതിൻ്റെ ഫങ്ഷൻസും പഠിച്ചു വയ്ക്കുക, അതുപോലെ തന്നെ ബ്രെയിനിൽ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ സ്പൈനൽ കോഡിൻ്റെ കാര്യം, അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് ജസ്റ്റ് എല്ലാം നോക്കി വയ്ക്കാം.
ഇനി നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ അടുത്ത ഭാഗം, അതായത് പെരിഫറൽ നെർവസ് സിസ്റ്റമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ബ്രെയിനും സ്പൈനൽ കോഡും അവിടെ വരുന്നില്ല, മറിച്ച് അവയിൽ നിന്ന് എമേർജ് ചെയ്യുന്ന നെർവ്സ്. ഇപ്പം ബ്രെയിനും സ്പൈനൽ കോഡിനും ബോഡിയായിട്ടും ബാക്കിയുള്ള ബോഡിയായിട്ട് മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നെർവ്സ് വേണം അല്ലേ. അപ്പോൾ ആ നെർവ്സ്, ഇപ്പോൾ ക്രേനിയൽ നെർവ്സും ഉണ്ട്, അതുപോലെ തന്നെ സ്പൈനൽ നെർവ്സും ഉണ്ട്. അതായത് ബ്രെയിനിൽ നിന്ന് എമേർജ് ചെയ്യുന്ന നെർവ്സ് നമ്മൾ ക്രേനിയൽ നെർവ്സ് എന്ന് വിളിക്കുന്നു, സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന സ്പൈനൽ നെർവ്സ് എന്ന് വിളിക്കുന്നു. അപ്പം ആ നെർവ്സിനെ പറ്റിയിട്ടുള്ള ആ ഒരു ക്ലാസിഫിക്കേഷനാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അതാണ് നമുക്കിനി അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പം കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നാം പേരുകളൊക്കെ, വായിച്ച് നോക്കാം. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്